ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് 4 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ. മെറ്റീരിയൽ നമുക്ക് ബ്ലൗസ് പീസിന് ഏകദേശം ഒരു 1/2 മീറ്റർ മതി കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ലൈനിങ് ഞാൻ 1/2 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. സ്കേർട്ടിന് വേണ്ടിയിട്ട് 2 മീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ബോർഡർ ഉള്ള ടൈപ്പ്. നമുക്ക് ലൈനിങ് ഒരു 1.5 മീറ്റർ മതി കേട്ടോ. അപ്പം ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ സ്കേർട്ട് മടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്കേർട്ടിന്റെ ലെങ്ത് വേണ്ടത് 21 ഇഞ്ചാണ്. അപ്പൊ 21 ഇഞ്ചിന്റെ 1 ഇഞ്ച് ആദ്യം കുറക്കുക. ബാൻഡ് അലാസ്റ്റിക് വരുന്ന 1 ഇഞ്ച് വിരിക്കാണ്. അപ്പൊ 1 ഇഞ്ച് കുറക്കുന്ന സമയത്ത് നമുക്ക് 20 ഇഞ്ച് കിട്ടും. ആ 20 ഇഞ്ചിന്റെ 1 തയ്യൽ തുമ്പ് നമുക്ക് ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചൊക്കെ കൂട്ടി കൊടുക്കുക. അടിവശം 1 ഇഞ്ച് മടക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാം. ഞാനിപ്പോൾ അര ഇഞ്ചാണ് മടക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ എന്താക്കുന്നത്, 21.5 ഇഞ്ചിനാണ് നമ്മുടെ ലെങ്ത് കട്ട് ചെയ്ത് എടുക്കുന്നത്. വൈറ്റ് മെറ്റീരിയൽ നമ്മുടെ ചോക്ക് കൊണ്ടൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചില സമയം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ പെന്ന് ഉപയോഗിച്ചിട്ട് വരക്കാം. ഇത് ഞാൻ ഹീറ്റ് ചെയ്യുന്ന ടൈപ്പ് പെന്നാണ്. നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് അത് മാഞ്ഞു പോകും കേട്ടോ. ആ ഒരു ടൈപ്പ് പെന്ന് വാങ്ങിയതാണ്. പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേണ്ടവർ വാങ്ങി നോക്കിയാൽ മതി കേട്ടോ. ലൈനിങ് നമുക്ക് മെയിൻ ഫാബ്രിക്കിനേക്കാളും ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചൊക്കെ കുറച്ചിട്ട് എടുക്കാം കേട്ടോ. ഇത് നമുക്ക് ബാൻഡിൻ്റെ നോക്കാം കേട്ടോ. ബാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ 1 ഇഞ്ചില്ലേ നമ്മുടെ അലാസ്റ്റിക് എടുക്കുന്നത്. അപ്പം അതിൻ്റെ ഡബിൾ പറയുമ്പോൾ 2 ഇഞ്ച് വരും. 2 ഇഞ്ചിൻ്റെ ഒന്നിച്ച് 1/2 ഇഞ്ച് ഒരു സൈഡിലും 1/2 ഇഞ്ച് ഒരു സൈഡിലും തയ്യൽ തുമ്പും 3 ഇഞ്ച് വരും. പിന്നെ അതിനനുസരിച്ച് ഒരു അരയും കൂടി കൂട്ടിയിട്ട് ഒരു 3.5. അര എന്തിനാ വെച്ചാൽ നമുക്ക് അലാസ്റ്റിക് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. കറക്റ്റ് 3 ഇഞ്ച് എടുത്താൽ അതുകൊണ്ട് ഒരു 3.5 എടുക്കുന്നത്. അതിൻ്റെ വീതി സ്കേർട്ട് റൗണ്ട് വരുന്നത് 19 ഇഞ്ചാണ്. 19 ഇഞ്ചിന് 2 ഇഞ്ച് കുറച്ചിട്ടാണ് അലാസ്റ്റിക് എടുക്കുന്നത്. അത് 17 ഇഞ്ചിൽ. അപ്പം നമുക്ക് ഇതിന്റെ ബാൻഡ് 2 രീതിക്ക് എടുക്കാം. ഒന്നിക്ക് 17 ഇഞ്ചിന്റെ ഡബിൾ ആയിട്ട് മെറ്റീരിയൽ ഇതുപോലെ എടുക്കാം. നല്ലോണം ചുരുക്കി കിട്ടണമെങ്കിൽ ഡബിൾ ആയിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 17 34 ഇത് ഡബിൾ ആയിട്ട് എടുക്കും. 34 എടുക്കാണ്ട് കുറച്ചിട്ട് എടുക്കാം. അതായത് നമുക്ക് കറക്റ്റ് സ്കേർട്ട് റൗണ്ട് വരുന്നത് 17, 19 വരുന്നത് അലാസ്റ്റിക് എടുക്കുമ്പോൾ 17 എടുക്കുന്നത്. 17 കുറച്ച് കൂട്ടി എടുക്കണം. ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഡബിൾ ആയിട്ടൊന്നും എടുക്കുന്നില്ല. ഞാൻ കാണിച്ചത് ഏകദേശം ഒരു 15, 15, 15, 30, 31 ഇവിടെ അറേഞ്ച് അടിക്കുമല്ലോ. ഒരു 15 ഇഞ്ചിൽ എടുക്കാം. 30 എടുക്കായിരുന്നു. 17 വെച്ച് എടുക്കുന്നത് നമുക്ക് 34 വേണമല്ലോ. അത്ര എടുക്കുന്നില്ല. ഇതിനേക്കാളും കുറച്ച് കുറക്കുക. ഒരു 28 എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് അടിക്കുന്ന സമയത്ത് ഒരു 28 എടുക്കാൻ തോന്നും. അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് നമ്മൾ ഇങ്ങനെ ഫ്രില്ല് ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് മെറ്റീരിയൽ അതുപോലെ ചുരുക്കിടാൻ വേണ്ടിയിട്ട് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര എടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് 17 ഇഞ്ചൊക്കെ അലാസ്റ്റിക് വരുന്ന സമയത്ത് നമുക്കൊരു 22, 23 എടുത്താലും മതി. ഞാനിപ്പോൾ കുറച്ച് ഇവിടെ ചുരുക്കി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്ര പോലെ എടുത്തതാണ് കേട്ടോ. ബ്ലൗസിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ ലൈനിങ്, ബാക്കിലേക്ക് ഇല്ല കേട്ടോ. ഫ്രണ്ടിലത്തെ മാത്രം ഇതുപോലെ 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ നമുക്ക് ഞാൻ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഷോൾഡർ എടുക്കാം. 4.5 ഇഞ്ചാണ് നമ്മുടെ ഷോൾഡർ എടുക്കുന്നത്. സെയിം 4.5 ഇഞ്ച് കുറച്ച് താഴത്തേക്കും കൂടി ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ മുകളിൽ നിന്ന് താഴത്തേക്ക് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. നമ്മുടെ ആം ഹോൾ നമ്മൾ 4.5 തന്നെയാണ് എടുക്കുന്നത്. അത് ഇതുപോലെ ഞാൻ നീട്ടി വരച്ചു കൊടുക്കട്ടെ ഇങ്ങോട്ടേക്ക്. ഇനി ചെസ്റ്റ് അളവ് അവർ തന്നിട്ടുള്ളത് 20.5 ഇഞ്ചാണ് കേട്ടോ. 20.5 ഇഞ്ച് പറയുമ്പോൾ ഏകദേശം 21 വരുന്നത്. അപ്പം 21 പറയുമ്പോൾ ഏകദേശം 5.4 വരും. ഞാനൊരു 22 ചെയ്യുന്നത്. എന്താ വെച്ചാൽ കുറച്ച് ലൂസിൽ ഇരുന്നോട്ടെ. അവർക്ക് അഥവാ മെഷർമെന്റ് എല്ലാവർക്കും എടുക്കാൻ അറിയണമെന്നില്ല. അതുകൊണ്ട് ഒരു 22 തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലൗസിന്റെ ലെങ്ത് പറഞ്ഞിട്ടുള്ളത് 9.5 ഇഞ്ചാണ്. 9.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് 10.5 ഇഞ്ചാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് 10.5 ഇഞ്ച് ഇങ്ങനെ കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. പിന്നെ വേസ്റ്റ് റൗണ്ട് എടുക്കുന്നത് 20 കേട്ടോ. 5 പ്ലസ് ഒരു 1.5 ഇഞ്ച് കൂടി കൊടുത്തിട്ട് ചെസ്റ്റിൻ്റെ അടുത്തുനിന്ന് വേസ്റ്റിൻ്റെ അടുത്തേക്ക് നമുക്കിത് ഇതുപോലെ വെച്ചിട്ടൊരു ഷേപ്പ് വരച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ആം ഹോൾ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. ആം ഹോൾ ഇതുപോലെ ആം ഹോളിൻ്റെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ സെൻറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പോയിന്റേ വേണ്ടിട്ട് ഇങ്ങോട്ട് കൊടുക്കണ്ട. ഈ ഒരു പോയിന്റ് വരെ ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഇനി കഴുത്തിന്റെ അകലവും കഴുത്തിന്റെ ഇറക്കവും നോക്കാം. കഴുത്തിന്റെ അകലം 2 ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് എടുക്കുന്നത്. കഴുത്തിന്റെ ഇറക്കം ഒരു 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. അത് നമുക്കൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ട് ഏത് നെക്കാണോ അതിൻ്റെ ഉള്ളിൽ വേണ്ട വെച്ചാൽ വരക്കാം. ഞാനിപ്പോൾ റൗണ്ട് നെക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നെക്കും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് മെയിൻ ഫാബ്രിക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ലേക്ക് നമുക്കത് ഒരു 1/2 ഇഞ്ച് അധികം തയ്യൽ തുമ്പിന് എടുക്കാം. നമുക്ക് ബട്ടൺസ് വെക്കേണ്ട തയ്യൽ തുമ്പാണ്. ഇതുപോലെ എടുത്തിട്ട് ബാക്കിയൊക്കെ ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇവിടെ നെക്ക് ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇങ്ങനെയല്ലേ വരുന്നത്, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസ് മാറ്റാം. അതിന് മുമ്പ് ബാക്കിലത്തെ നെക്കിന്റെ ഇറക്കം എടുക്കാം കേട്ടോ. ബാക്കിലേക്ക് ഞാനൊരു 5.5 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിന്റെ ആ ഒരു പോയിന്റ്. ഇത് നമുക്കിതാ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ ചെറിയൊരു വി ആണ് കേട്ടോ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. ആ വിയിലെ തന്നെ വന്നതിന് ശേഷം നമുക്ക് ആ ബാക്ക് പീസ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം. ബട്ടൺസ് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിത് ഈ ഒരു അളവില്ലേ, ഈ ഒരു അളവ് നോക്കാം. ഏകദേശം ഒരു 5.5. അപ്പോൾ ഒരു 6.5 ഇഞ്ചിൽ നമുക്ക് 2 പീസ് വേണം. ഒരു 3 ഇഞ്ച് വീതിക്കും ഒരു 2 ഇഞ്ച് വീതിക്കും. കുടുക്കും കണ്ണിയും കെട്ടാനാണ് കേട്ടോ. അത് നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ നിന്ന് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെ 2ആയിട്ട് മെറ്റീരിയൽ മടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്ലീവിന് വേണ്ട ഫ്രില്ലല്ലേ വെക്കുന്നത്. അപ്പം അതിൻ്റെ വീതി ഏകദേശം ഒരു 3.5 ഇഞ്ച് മതിയിട്ട്. അപ്പം 3.5 ഇഞ്ച് വീതിക്ക് നമുക്ക് 2 പീസ് 2 വശത്തേക്ക് വേണമല്ലോ. അപ്പം ഇതിപ്പോൾ നല്ലോണം ഫ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം മെറ്റീരിയൽ എടുക്കുക. ഇത് അത്യാവശ്യം ഉണ്ട്. ഇപ്പോൾ 2 മടക്കിയിട്ടാണ് ഉള്ളത്. ഇതുപോലത്തെ 2 പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. 3.5ൽ നമുക്ക് 2 പീസ് കട്ടാക്കി എടുക്കാം സ്ലീവിന് വേണ്ടിയിട്ട്. ഞാനിവിടെ നമ്മുടെ താഴത്തേക്കുള്ള സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ ഇതിപ്പോൾ നമ്മുടെ ബാൻഡ് വരുന്നില്ല, ബാൻഡ് 2ആയിട്ട് ഇതുപോലെ മടക്കി അടിച്ചു. 2ആയിട്ട് ഇതുപോലെ വെച്ചിട്ട് സൈഡ് അടിച്ചതിന് ശേഷം താഴ്വശം ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ റൗണ്ടിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി അടിച്ചിട്ട് ലൈനിങ്ങിൻ്റെ സൈഡ് നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ മെയിൻ ഫാബ്രിക്കിൻ്റെ നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് എടുത്തിട്ട് താഴ്വശമൊക്കെ ഒന്ന് മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബാൻഡിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇത് വെച്ച് കൊടുക്കുക എന്നിട്ട് ചെയ്യുന്നത്. അതായത് ഇതുപോലെ ബാൻഡ് എടുക്കുക, ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മുടെ ബാൻഡ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഈ ബാൻഡിൽ ചുറ്റും റൗണ്ടിൽ കണക്കായിട്ട് വരുന്നതിലേക്ക് ഫ്രില്ല് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് ഫ്രില്ല് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് കറക്റ്റാക്കി വെക്കണം കേട്ടോ. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത വശം ഉള്ളിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഈ മടക്കി അടിച്ച വശം താഴ്ത്താണ് കേട്ടോ വേണ്ടത്. ഇതുപോലെ വെച്ചിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതാദ്യം നമ്മുടെ ലൈനിങ് ഇതുപോലെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ സൗണ്ടിൽ ചെറിയൊരു ഇതുപോലെ ഉണ്ടാവും. അപ്പൊ ഇത് മൊത്തം ഫ്രില്ലിട്ട് എടുത്തില്ലേ, നമുക്കിത് ഇതുപോലെ ഇത് എന്താ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫ്രില്ലിട്ട് എടുക്കാം. അപ്പൊ ഇതിന് നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത വശമില്ലേ, ആ സൈഡ് ജോയിൻ ചെയ്ത വശം നമ്മുടെ ഇവിടെ ഈ ഒരു ബാൻഡ് ജോയിൻ ചെയ്തില്ല, ജോയിന്റ് ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഫ്രില്ലിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് റൗണ്ടിലൊന്ന് ഫ്രില്ലിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ഇതാ സ്കേർട്ട് ഇതുപോലെ മെയിൻ ഫാബ്രിക് ഇതുപോലെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് നമ്മുടെ ഈ ഒരു പീസ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ആക്കിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു അറ്റത്ത് തുടങ്ങി റൗണ്ടിൽ വന്നിട്ട് നമ്മൾ ഇവിടെ തുടങ്ങിയതിൻ്റെ കുറച്ച് ഇപ്പറായിട്ട് നിർത്തി കൊടുക്കുക. അത് കാരണം അലാസ്റ്റിക് ഉള്ളോട്ടേക്ക് ഇട്ട് കൊടുക്കേണ്ട ഗ്യാപ്പാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് അലാസ്റ്റിക് 17 ഇഞ്ചല്ല ഞാൻ പറഞ്ഞത്, 17 ഇഞ്ചിൽ അലാസ്റ്റിക് കൂടി ഇട്ടിട്ട് ആ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുത്തു. നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലെ കൂടി ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ബ്ലൗസിലേക്ക് കിടക്കട്ടെ. അപ്പം ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന ബാക്ക് പോർഷനാണ് കേട്ടോ. ബാക്ക് പോർഷൻ ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ട് വരുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ നമ്മുടെ പ്രിൻ്റൊക്കെ നോക്കിയിട്ട് എടുക്കട്ടെ. തല തിരിഞ്ഞ് വെക്കാൻ പാടില്ല. പ്രിൻ്റ് കറക്റ്റായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നോക്കിയിട്ട് വെച്ചിട്ട് ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പം നെക്ക് ടു നെക്കല്ലേ വരുന്നത്, ഇതാണ് നെക്ക് വരുന്നത്. ഈ നെക്ക് ഇവിടെ വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് വശത്തെ നെക്ക് ഇതാ ഇവിടെ ഇങ്ങനെ വരും. ഇതുപോലെ വെച്ചും എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആദ്യം ഈ ആം ഹോളും നെക്കും അടിക്കുക. അതേപോലെ ഓപ്പോസിറ്റ് വശത്ത് ആം ഹോളും നെക്കും അടിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ അടിച്ചതിന് ശേഷം തിരിച്ച് വെച്ചു. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് വശം അടിക്കാം. ഫ്രണ്ട് വശം അടിക്കുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ഷോൾഡറും കൂടി ജോയിൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് വശം നമുക്ക് നല്ല പ്രിന്റിൻ്റെ മുകളിൽ നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം നമ്മുടെ ആം ഹോൾ ഇങ്ങനെ അടിച്ച് വരാം. ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ഈ ലൈനിങ് പീസ് ഇങ്ങോട്ടേക്ക് നീക്കി കൊടുത്തിട്ട് നമ്മുടെ പീസ് ബാക്കിലത്തെ പീസ് ഇവിടെ തന്നെ വെച്ച് കൊടുത്തിട്ട് ഈ ലൈനിങ് പീസ് ഇങ്ങോട്ടേക്ക് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. നെക്ക് റൗണ്ടിൽ അടിക്കുക. അടിച്ചിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് ഈ ഒരു പീസ് ഇങ്ങോട്ടേക്ക് നീക്കി കൊടുത്തിട്ട് ഇതാ ഓപ്പോസിറ്റ് വശത്ത് ഷോൾഡർ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക. ആം ഹോളും അടിച്ചെടുക്കുക. ശേഷം ഞാൻ ഇതാ ഫുള്ള് നല്ല ആവശ്യത്തേക്കുള്ള സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ നമുക്ക് ആ 2 ഇഞ്ച് വീതി 3 ഇഞ്ച് വീതിക്കുള്ള പീസ് കട്ട് ചെയ്തെടുത്തില്ലേ, അത് 2 ഇഞ്ച് വീതിക്കുള്ള കുടുക്കിൻ്റെ വശത്ത് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് മെറ്റീരിയൽ ഇതുപോലെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ഇങ്ങോട്ടേക്ക് നിവർത്തിയിട്ട് പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. അതേപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് വശം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ തന്നെയാണ്
ചെയ്യുക, പ്രസ്റ്റിച്ച് കൊടുക്കുക. പ്രസ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ആ മുകൾ വശത്തെ കുറച്ചിങ്ങനെ മടക്കിയ തുണിയില്ലേ, ഉള്ളിലോട്ടേക്ക് മടക്കി, അത് ഇവിടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് ജസ്റ്റ് ഒന്നിനെ മടക്കി അടിച്ചിട്ടുണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പം ഈ മടക്കി അടിച്ചത് കറക്റ്റ് ഇവിടെ വരുന്ന രീതിക്ക് അടിച്ചു കൊടുക്കുക. അതായത് കുറച്ച് പീസ് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന രീതിക്ക് വേണം വരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഒരറ്റത്തേ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓപ്പോസിറ്റ് വശം കുടുക്ക് വരുന്നത് ഇതുപോലെ ഇത്ര പോലെ പീസാണല്ലോ, അത് 2 മടക്ക് മടക്കുക. ആദ്യം ഒരു മടക്ക് മടക്കുക, രണ്ടാമത്തെ മടക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം അടിവശത്ത് കോട്ടൻ്റെ ലൈനിങ് ആണ് വെച്ച് കൊടുക്കുന്നത്. 1.5 ഇഞ്ച് വീതിക്കുള്ള പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നല്ല വശത്ത് വെക്കുക, അടിക്കുക, പ്രസ്റ്റിച്ച് കൊടുക്കുക. ഓപ്പോസിറ്റ് വശത്തേക്ക് 2 മടക്ക് മടക്കിയിട്ട് ഫുള്ളോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. 1.5 ഇഞ്ച് വീതിക്ക് കട്ടാക്കിയ പീസില്ലേ, അതിൻ്റെ 2 സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സെൻറ്ററിലേക്ക് കൂടി ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അടിവശത്ത് വരുന്ന നൂല്, അതായത് സെൻറ്ററിലേക്ക് കൂടി സ്റ്റിച്ച് കൊടുത്തതിൻ്റെ ഇതിപ്പോൾ മുകൾ വശത്ത് വരുന്ന നൂലല്ലേ, ഇതിൻ്റെ താഴ്വശത്ത് വരുന്ന നൂല് ഇതുപോലെ പിടിച്ചിട്ട് ഇത് നല്ല വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചുരുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ പതിയെ പതിയെ നമ്മൾ ആം ഹോളിൽ കണക്ക് കയറി ഇതിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഫ്രില്ലിട്ട് എടുക്കുക. ഫ്രില്ലിട്ട് എടുത്തതിന് ശേഷം നമുക്കിതാ ഈ ഒരു സൈഡിൽ നിന്നേ നമുക്ക് ചെയ്ത് വരാട്ടെ. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫ്രില്ല് കറക്റ്റാക്കി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നൂലിങ്ങനെ വലിച്ചു കൊടുക്കുന്നതേലും വലിച്ചിട്ട് കറക്റ്റ് ആയതിനു ശേഷം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിന് ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, അതിനുശേഷം രണ്ടാമത് വീണ്ടും ഒരു സ്റ്റിച്ചും കൂടി, 2 സ്റ്റിച്ചാണ് നമ്മൾ ഇട്ടെടുക്കുന്നത് കേട്ടോ. അപ്പം ഇതേപോലെ വെച്ചിട്ട് റൗണ്ടിലൊന്ന് അടിച്ചെടുക്കാം. സ്ലീവും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ലേസും കൂടി വെച്ച് അടിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മുടെ സ്കേർട്ട് ആൻഡ് ടോപ്പ് വരുന്നത് എനിക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഞാൻ ബട്ടൺസ് ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അത്ര ബാക്കിൽ ജസ്റ്റ് ഒരു പിന്ന് കുത്തിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. അപ്പോൾ 4 വയസ്സിലെ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്ത് തന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.